അപ്പന്മാരുടെ ഉത്തരവാദിത്വം. നിങ്ങളെ വേറെ ഭാരിച്ച പണിയൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കൃപയിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ അത് മതി. അവിടെ കാര്യം നോക്കാൻ പിന്നെ കർത്താവ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് പല അമ്മമാരും മക്കളെ പെറ്റിയിടുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് എങ്ങനെ കൊടുക്കരുതെന്നാണ് അവർ പറയണത്. ഇപ്പം ഞെളിഞ്ഞു പിടിച്ച് എല്ലാവരും ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് പാസ്സായപ്പോഴും PDC പാസ്സായപ്പോഴും കുഞ്ഞുങ്ങൾ അവിടെ ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരെ നിങ്ങൾ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ശുശ്രൂഷകളിൽ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാമെന്ന് പറയുമ്പോൾ അമ്മമാർ വഴിപിഴപ്പിച്ചവരുണ്ട്. എന്താണ്? നീ അപ്പന് കടവാണ്, 10 പൈസ ഉണ്ടാക്കണം, നീ അതിന് പോയി ഇതിന് പോയി എന്നൊക്കെ പറയും. നിങ്ങളോട് ഇങ്ങോട്ട് ആരെങ്കിലും ഒരു മകനോ മകളോ പറഞ്ഞാൽ, എൻ്റെ മകനെ ഒരു കാരണവശാലും, നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തടഞ്ഞു നിൽക്കരുത്. അപ്പോൾ നിങ്ങളുടനെ അവർക്ക് അങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ പോയി അവരെക്കുറിച്ച് അങ്ങനെ കേൾക്കണം, ഇങ്ങനെ പിശാചിൻ്റെ വേദോപദേശം കൊടുത്തിട്ട് ഉള്ളവന്. നിങ്ങൾക്കറിയാവില്ല, സഭയിൽ ഒരാൾ ഒന്ന് പുത്തൻ അഭിഷേകം സ്വീകരിച്ചാൽ മതി, 1000 കർത്താവിന് വേണ്ടി വീണ്ടെടുക്കപ്പെടും. ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വിശുദ്ധമുള്ള പുണ്യപ്പെട്ട അച്ഛന്മാരെ കാണുമ്പോഴും പുണ്യപ്പെട്ട അച്ഛന്മാർ അച്ഛന്മാരെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ വിശുദ്ധിയോട് ചെന്ന് അച്ഛന്മാരെ സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നവരൊക്കെ പറയുമ്പോൾ തന്നെ ആ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒരു ബലം കിട്ടും. കാര്യം എന്താണ്? അവർ റിസ്ക് എടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ ഫുൾ ടൈം നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ ബലം നിൽക്കുകയും, അതുകൊണ്ട് ദൈവവിളിയുടെ ഒരു കാലമാണ്. ആർക്കെങ്കിലും കൃപാസനത്തിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ വന്നും മാസങ്ങളോ വർഷങ്ങളോ നിന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, പിന്നെ ഒത്തിരി പ്രായമൊന്നും ഉണ്ടാകരുത്, അത്രേ ഉള്ളൂ. കാരണം അവർക്ക് പ്രവർത്തിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ശ്രമിക്കാവുന്ന, നിങ്ങൾക്ക് അങ്ങനെ വിളി മാതാവ് തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു കാലമാണ് വരണത്. ദൈവത്തിൻ്റെ കൃപ. എൻ്റെ മക്കളെ എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപമാതാവിനെ നേരെ കണ്ട ആളാണ് ഞാൻ. അപ്പോൾ വിശ്വാസത്തിൽ എന്തിലാണ് നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചഞ്ചരിപ്പ് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിൻ്റെ അകത്ത് ഉടമ്പടിയിലാണെങ്കിൽ വാരിക്കോരി പ്രസൻസും സുഗന്ധാഭിഷേകവും മഴവില്ലും അമ്മയുടെ സാന്നിധ്യവും സൗഖ്യവും വിടുതലും. എവിടെയാണ് നീ പോകണം അവിടെ എല്ലാം അമ്മ കൂടെ നിൽക്കുകയല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് നിനക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റണില്ല? അത് കടമായി മാറത്തില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഇത് നോൻപായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്.